മുഖ്യമന്ത്രി തന്നെ കണ്ടോ എന്നറിയില്ലെന്നാണ് അലോഷ്യസ് സേവറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചു. അത് തന്റെ രാഷ്ട്രീയമാണ്. മുഖ്യമന്ത്രിയുടെ ശൈലിയെ വിമർശിക്കേണ്ട ആളല്ല താനെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് തിരക്കുള്ളതുകൊണ്ടാകും കാണാൻ സമയം നൽകാതിരുന്നത്. ഇനിയും കാണാൻ ശ്രമിക്കും. സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നത് KSU ആവർത്തിക്കും. KSU പ്രവർത്തകരുടെ നീരും ചോരയുമാണ് UDF സർക്കാർ എന്നും അലോഷ്യസ് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടതായിട്ടുണ്ട്, നിലനിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോയിൻമെന്റ് തരാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ഒരു വലിയ തെറ്റായി ഞാൻ കാണുന്നില്ല. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി KSUവിനെ കാണേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. ആ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായിട്ട് അവർക്ക് റോളില്ല എന്നാണ് പറഞ്ഞത്. ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. അതിനെ ഞാൻ